കഴിഞ്ഞ ദിവസം പെർഫോമൻസ് മാക്സ് ആണ് എടുത്തത്. ഇനി എടുക്കാനുള്ള ഡിസ്പ്ലേ ക്യാമ്പയിനാണ്. അതായത് ഓൾറെഡി നമ്മൾ പെർഫോമൻസ് ക്യാമ്പയിനിൽ ചെയ്ത ഡിസ്പ്ലേ ആഡ്സ് മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണത്. ഓക്കെ. അപ്പൊ മറ്റുള്ളതിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ ആണ്. ഇവിടെ നമ്മള് ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എന്താ, ഈ നമ്മളെ മൊബൈൽ ഫോണിലൊക്കെ പരസ്യങ്ങൾ വരുന്നുണ്ടാവും. ഓരോ ആപ്ലിക്കേഷനിലൊക്കെ പരസ്യങ്ങൾ വരില്ലേ ഇടയ്ക്കിടയ്ക്ക്, വീഡിയോ ടൈപ്പ് ഇമേജ് ആയിട്ട്. അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വലതു ഭാഗത്തായിട്ട് ഒരു ഇമേജ് ആയിട്ട് ആഡ് കാണിക്കാറുണ്ടാവും ചില കേസിൽ. ചില വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ ആഡ് കാണാൻ പറ്റും. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇതിപ്പോ നമ്മളൊരു വെബ്സൈറ്റ് ആണ്. മോശമായിട്ടുള്ള ഇമേജുകൾ. ഇതിപ്പോ ഒരു ജോബിന്റെ വെബ്സൈറ്റ്. ഇതിൽ ഇവിടെ ആഡ് കണ്ടാവും. ഗൂഗിളിന്റെ പരസ്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ആഡാണ്, തൈലത്തിന്റെ ആഡ്. ഇവിടെ പരസ്യം, ഇത് ആഡാണ്. അതുപോലെ ഇതിന്റെ വലതു ഭാഗത്തുണ്ട് ഇവിടെ ആഡ്. അതുപോലെ നമ്മൾ ഈ പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ ആഡ്സ്. ഇതൊരു ആഡാണ്. അപ്പൊ ഇങ്ങനെ ഗൂഗിളുമായി കണക്ട് ചെയ്ത് ഒരുപാട് സ്ഥലത്ത്, അത് ലക്ഷക്കണക്കിന് സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനിലും പരസ്യങ്ങൾ ഓടുന്നുണ്ട്. മനസ്സിലായോ? ഈ പരസ്യങ്ങളൊക്കെ ഡിസ്പ്ലേ ക്യാമ്പയിൻ ആണ്. ഒരു വിധത്തിലുള്ള നമ്മൾ മൊബൈലിലെ ഫോൺ കാണുന്ന ടൈപ്പ്, അതൊക്കെ ഡിസ്പ്ലേ ക്യാമ്പയിൻസ് ആണ്. ഈ ടൈപ്പ് ഡിസ്പ്ലേ ക്യാമ്പയിൻ ചെയ്യാന്നുള്ള ഈ പെർഫോമൻസ് മാക്സിൽ ഓൾറെഡി ഇതുണ്ട്. പെർഫോമൻസ് മാക്സിൽ ഓൾറെഡി ഇതുണ്ട്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഡിസ്പ്ലേ ക്യാമ്പയിൻ. അതായത് അവർ പറയുന്നത് 3 മില്യൺ സൈറ്റും ആപ്പും വിത്ത് എൻഗേജ്ഡ് ക്രിയേറ്റീവ് എന്നാണ്. 3 മില്യൺ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിളിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും. അപ്പൊ അവരെ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ പരസ്യങ്ങൾ ഓടുന്നുണ്ട്. ആ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്പ്ലേ ക്യാമ്പയിന് കൊടുക്കുന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ വെബ്സൈറ്റിന്റെ നെയിമാണ്. പൊതുവെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ടേ അത് ശ്രദ്ധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സംഗതി സൈറ്റിൽ കയറുമ്പോ ആഡ്സ് വരുന്നുണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളെ എന്തിനാ വെച്ചാ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ആ ഒരു ഫോക്കസ് ചെയ്ത സംഭവം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ആമസോണില് ഒരു ഫോണ് മോഡൽ നോക്കി നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിട്ട്, നിങ്ങൾ വാങ്ങാതെ ആമസോണിൽ നിന്ന് റിട്ടേൺ വന്നു. പിന്നെ നിങ്ങൾ വല്ല മൊബൈൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലോ കളിക്കുന്ന സമയത്ത് അതേ ഫോണിന്റെ ആഡ് നിങ്ങളെ കാണിച്ചാൽ എന്ത് സംഭവിക്കുക? അത് ഓഫർ ഇട്ടാണ് കാണിച്ചാൽ എന്ത് സംഭവിക്കുക? അപ്പൊ അതാണ് എന്ത്, റീമാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ഒക്കെ ബാക്കിൽ നടക്കുന്നത്. നിങ്ങളെ ഇൻട്രസ്റ്റും നിങ്ങളെ ബിഹേവിയറും നിങ്ങൾ എന്താണ് നോക്കുന്നത് അതിന്റെ ആഡ് ആകാരങ്ങൾ കാണിക്കുക. നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഏത് ടൈപ്പ് ഗെയിമാണോ അത് റിലേറ്റ് ചെയ്ത ഗെയിംസ് ആകാരങ്ങൾ ടാർഗറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങളെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ സെർച്ചും നമ്മുടെ ബിഹേവിയറും നമ്മൾ എന്താണ് നോക്കുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ എല്ലാ ആഡുകളും വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മളും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ രീതിക്ക് മാറും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാനിവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തു. ക്യാമ്പയിന്റെ നെയിം ഞാനിവിടെ ക്യാമ്പയിന്റെ കരിയർ സെർച്ച് എന്നുള്ള കരിയർ സെർച്ച് എന്റെ ജോബിന്റെ വെബ്സൈറ്റ്, UAEക്കുള്ള ജോബ് പബ്ലിഷ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആട്ടോ. അപ്പൊ അതിന്റെ നെയിം കൊടുത്തു, ഡിസ്പ്ലേ ആഡ് എന്ന് കൊടുത്തു. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. അടുത്ത് നമുക്ക് ലൊക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എവിടെയാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടതെന്നാണ്. അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇത് എനിക്കിവിടെ വേണ്ടത് കേരള. UAEക്കുള്ള ജോബ് ലൊക്കേഷൻ ആണ്. പക്ഷെ ഞാൻ ഇത് കേരളത്തിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ കേരള സ്റ്റേറ്റ് കംപ്ലീറ്റ് കൊടുത്തു.
ഇവിടെ കാണാൻ പറ്റും നമ്മൾ ലൊക്കേഷൻ കൊടുത്ത സ്ഥലങ്ങൾ. നമ്മൾ ചോദിക്കുന്നുണ്ട് പ്രസന്റ് ഇൻട്രസ്റ്റ് പീപ്പിൾ റെഗുലർലി ഇൻട്രസ്റ്റ് ടാർഗറ്റ് ലൊക്കേഷൻ. അതുപോലെ ലൈവായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകളോ ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ ആയാലും മതി. അപ്പൊ നമ്മളിവിടെ കൊടുത്ത പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ്, കേരളത്തിനോട് ഇൻട്രസ്റ്റോ പ്രസൻസോ ഉള്ള ആൾക്കാർ കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ലാംഗ്വേജ് ലാംഗ്വേജ് ഓൾറെഡി ഇംഗ്ലീഷ് ഉണ്ടാവും, ഞാൻ മലയാളം കൂടെ കൊടുക്കും. മോർ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് റൊട്ടേഷൻ, പ്രിഫർ ബെസ്റ്റ് പെർഫോമൻസ് ആഡ്, ഡു നോട്ട് ഒപ്റ്റിമൈസ്. നമുക്ക് ഒപ്റ്റിമൈസേഷൻ കൊടുക്കാം. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ ആഡ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കാണിക്കും. അത് ജസ്റ്റ് ഓൺ ചെയ്താൽ മതി. ഷെഡ്യൂള് കൊടുക്കുന്നില്ല. പിന്നെ ഡിവൈസ്, ഓൾ ഡിവൈസ്, ഏതൊക്കെ ഡിവൈസിൽ റൺ ചെയ്യാൻ, നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഡിവൈസിൽ മാത്രം റൺ ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ കൊടുക്കാം, കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ്, അങ്ങനെ. അപ്പൊ നമുക്കിവിടെ എല്ലാ കാറ്റഗറിയിലും റൺ ചെയ്യണം. അതുകൊണ്ട് ഷോ ഓൺ ആൾ ഡിവൈസ് എന്ന് കൊടുക്കും. അപ്പൊ ഇത് മറ്റുള്ള ഇതിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് ഡിസ്പ്ലേ ക്യാമ്പയിന്റെ ഒരു പ്രത്യേകത. ഒന്ന്, ഈ സാധനം അഡീഷണൽ ആണ്, ഡിവൈസസ് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിക്ക് ചെയ്താൽ നേരെ മൊബൈലിൽ. അപ്പൊ മൊബൈലിൽ മാത്രം കാണിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ആൻഡ്രോയിഡ് ഫോണിലുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആൻഡ്രോയിഡ് മാത്രം കൊടുത്താൽ മതി, iOS മാത്രം കൊടുക്കുക. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ എന്താണ് അതിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഡൈനാമിക് ആഡ്സ് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നാലും ഡൈനാമിക് ആയിട്ട് ആഡ് എന്ത് ചെയ്യും, അവര് എന്താ അടിപൊളിയാക്കി തരും. ബിസിനസ് ടൈപ്പ്, അപ്പൊ ഇവിടെ ഡൈനാമിക് ആഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബയോമെഡ് ബസാറിന് മുമ്പ് ഞാൻ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ന്യൂ ഫീൽഡ് കൊടുത്തു. ബിസിനസ് ടൈപ്പ് ഏത് ടൈപ്പാണ്, ഇവിടെ ജോബ്സ് ആണ്, ഞാൻ ജോബ്സ് നോക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡൈനാമിക് ആയിട്ട് നമ്മൾ ജോബ്സുമായി റിലേറ്റ് ചെയ്ത് അവരെന്നെ ആഡ് എന്ത് ചെയ്തോളും, സെറ്റ് ചെയ്തോളും. നമ്മൾ മെറ്റീരിയൽ ഉണ്ടല്ലോ ഡൈനാമിക് ആഡ് എനേബിൾ ചെയ്യുക, അതേപോലത്തെ ഫംഗ്ഷൻ. ദെൻ സ്റ്റാർട്ടിങ് ഡേറ്റും എൻഡിങ് ഡേറ്റും ആണ്, എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളതാണ്. ഒരു 1 വീക്ക് കൊടുത്തു. പിന്നെ കണ്ടന്റ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ബ്രാൻഡിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ കോമൺ. അപ്പൊ ഇവിടെ ഈ സ്പേസ് ലൊക്കേഷൻ കൊടുക്കുന്നത് സെയിം ആണ്, ലാംഗ്വേജ് സെയിം ആണ്. ഇവിടെ ആഡ് റൊട്ടേഷൻ എന്നുള്ള സംഭവം ഉണ്ട്, ഇത് ജസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാനാണ് നമ്മൾ ആഡ്. അതുപോലെ ഷെഡ്യൂള് അത് സെയിം ആണ്. ഇവിടെ ഡിവൈസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഏത് കാറ്റഗറി മാത്രം ആഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. മൊബൈൽ ഡിവൈസ് മോഡൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ സിമ്മിന്റെ നെറ്റ്വർക്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് OS ആണ് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അഡീഷണൽ ഇതിൽ വരുന്ന ഒരു സംഭവം, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് ഈ ക്യാമ്പയിൻ സെറ്റിംഗ്സിൽ. അടുത്തത് ബഡ്ജറ്റ് ആണ്. നമുക്ക് എത്ര രൂപ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് ഞാനൊരു 200 രൂപ പെർ ഡേ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. ബിഡിങ് ഉണ്ട്. ബിഡിങ് നമുക്ക് കൺവേർഷൻ ഉണ്ട്, കൺവേർഷൻ വാല്യൂ ഉണ്ട്, വ്യൂവബിൾ ഇംപ്രഷൻ. കൺവേർഷൻ വാല്യൂ എന്താ അറിയില്ല നിങ്ങൾക്ക്, 2 ദിവസം ചെയ്യുന്നുണ്ട്. ഓക്കെ. വ്യൂവബിൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ആഡ് ഷോ ചെയ്യും. നമ്മൾ ആപ്ലിക്കേഷനിൽ ആഡ് കാണുമ്പോൾ ജസ്റ്റ് ഷോ ചെയ്യും. ആ വെബ്സൈറ്റ് കയറി അതിലെന്തെങ്കിലും ഇവന്റ് ചെയ്യുക, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നില്ല, എൻഗേജ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, വ്യൂ ചെയ്യാം. അങ്ങനെ മതിയെങ്കിൽ ഒരു 1 സെക്കൻഡ് വ്യൂ ചെയ്താൽ എന്ത് ചെയ്തു, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കണ്ട രൂപത്തിൽ പരിഗണിച്ചു. അപ്പൊ ഇവിടെ വ്യൂവബിൾ ഇംപ്രഷൻ ഉണ്ട്, അതുപോലെ കൺവേർഷൻ ഉണ്ട്, കൺവേർഷൻ വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത് കൊടുക്കാം. അപ്പൊ കൺവേർഷൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഏറ്റവും, കൺവേർഷൻ ആകുമ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തോളും, വന്നോളും. പിന്നെ ഓട്ടോമാറ്റിക്കലി മാക്സിമം കൺവേർഷൻ ഉണ്ട്. ബിഡിങ്ങിൽ ഇടുന്ന നിർബന്ധമില്ല, ബിഡിങ് ഓപ്ഷനിലാണ്. ബിഡിങ് ഇടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൺവേർഷൻ എത്ര രൂപ വരുന്നുണ്ട് നമുക്ക് ആദ്യം അറിയണം. അങ്ങനെ ആകുമ്പോ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോലണ്ട്.
നമുക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഓട്ടോ ബിഡിങ് കാരണം ഓട്ടോ ബിഡിങ് തന്നെ അപ്പത്തെ റേറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ കൊടുത്തോളും. മാനുവലായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് റേറ്റ് വ്യൂ ചെയ്യുക, ഒരു കൺവേർഷന് വരുന്നത് ഇപ്പൊ നമ്മുടെ കാറ്റഗറി ബിസിനസ്സിന് കൺവേർഷൻ വരുന്നത് ഒരു 10 രൂപയാണെന്ന് വെച്ചോളി. നമ്മള് ബിഡ് 5 രൂപയാണെങ്കിൽ നമ്മൾ ആഡ് കാണിക്കൂല. അപ്പൊ മാർക്കറ്റ് മറ്റേ 10 രൂപക്ക് ഒരുപാട് ടീം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ നമ്മൾ ഇത് കാണിക്കുള്ളൂ. അപ്പൊ നമുക്ക് റിസൾട്ട് കുറയും. അപ്പൊ ഇതില് മാർക്കറ്റിന്റെ വാല്യൂ നമ്മൾ 2-3 ക്യാമ്പയിൻസ് ഒക്കെ ചെയ്ത് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബിഡ് ചെയ്യാം. ഇവിടെ നമുക്ക് അറിയാതെ ബിഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓട്ടോമാറ്റിക് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഉണ്ട് മാനുവൽ ബിഡും ഉണ്ട്, ഓട്ടോമാറ്റിക് മാക്സിമം കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബിഡ് ചെയ്തോളും. ബിഡിങ് എന്തായാലും നടക്കും. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ ഓട്ടോമാറ്റിക് ബിഡ് ചെയ്യും. Then നെക്സ്റ്റ് കൊടുത്തു ഒപ്റ്റിമൈസ് ടാർഗറ്റ് സെറ്റപ്പ് ഫോർ യു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റിംഗ് ചെയ്യണം. ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ഓഡിയൻസ് നമ്മൾ നോർമൽ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഓഡിയൻസ് ആരാണോ അവരെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് ടാർഗറ്റ് ചെയ്യുന്നത്. റിസർച്ച് ആൻഡ് പ്ലാനിങ്, മാർക്കറ്റ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് റിസർച്ച് ചെയ്യുന്ന ആളുകൾ ആ കാറ്റഗറി നമ്മൾ കൊടുത്തു. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ഓൾറെഡി ഞാൻ ചെയ്ത ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ കാണിക്കുന്നത്. പിന്നെ ഇന്ററാക്റ്റീവ് ബിസിനസ്, കോമ്പനി ഓഡിയൻസ്, സെഗ്മെന്റ്, കസ്റ്റമർ ഓഡിയൻസ്. ഇത് ജോബിന്റെ വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഡ്യൂക്കേഷൻ, ലീഗൽ, ടെമ്പററി, ക്രിട്ടിക്കൽ, അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ്, ഹെൽത്ത്, ഗവൺമെന്റ് സെക്ടർ, ക്ലാസിഫൈഡ് സ്റ്റുഡന്റ് ജോബ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വർക്ക് ഫ്രം ഹോം ജോബ്, ബില്ലിംഗ്, ആനുവൽ, എൻട്രി ലെവൽ ജോബ്, റീസെന്റ് സ്റ്റാർട്ടിംഗ് ന്യൂ ജോബ്, നൈറ്റ് ജോബ്, സ്റ്റാർട്ടിംഗ് ന്യൂ ജോബ്, റീസെന്റ് ഗ്രാജുവേറ്റ് ജോബ് ചെയ്ത് നോക്കുന്നവര്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യ, അഡ്വർടൈസിംഗ് ജോബ്. അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് ജോബ് കാറ്റഗറിയുള്ള പല കാറ്റഗറിയാണ് സെലക്ട് ചെയ്തത്. ഓൾറെഡി ഇത് ജോബിന്റെ വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസ് ശരിക്കും എന്താ ജോബ് ഇരിക്കുന്ന ആളുകളാണ്. അടുത്തത് ഒപ്റ്റിമൈസ് ടാർഗറ്റിങ്. ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഈ സംഭവം ഉണ്ടല്ലോ, ഈ ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഇതൊന്നും കൂടെ ഒപ്റ്റിമൈസ് ചെയ്തോളും. അത് നമ്മൾ ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ മതി, ഗൂഗിൾ തന്നെ എന്ത് ചെയ്തോളും? ഒപ്റ്റിമൈസ് ചെയ്തോളും. നമ്മൾ ആഡ് അനലൈസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആപ്റ്റ് ആർക്കാണ് ജോബ് ഇൻട്രസ്റ്റ് ഉള്ള, ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് അനലൈസ് ചെയ്തിട്ട് ജോബ് അന്വേഷിക്കുന്നവർക്ക് മാത്രം കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തോളും. വിത്ത് ഒപ്റ്റിമൈസ് ടാർഗറ്റിംഗ് യുവർ എക്സ്പാൻഡിങ് യുവർ ക്യാമ്പയിൻ റീച്ച് ടു ഗെയിൻ മോർ കൺവേർഷൻ. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തോളൂ എന്നാ പറയുന്നത്. അപ്പൊ അത് ഒപ്റ്റിമൈസേഷൻ ടിക്കറ്റ് കൊടുക്കാം. പിന്നെ ഡെമോഗ്രാഫിക്സ് നമുക്ക് ഏജ്, ഫീമെയില്, പാരന്റ് സ്റ്റാറ്റസ്, ഔട്ട്സോർഡിംഗ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പൊ ഞമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? 18 to 24, 35, 34 വരെ, 30 മുകളിലൊന്നും വേണ്ട. പിന്നെ പാരന്റ് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട ഒന്നുമില്ല. ഹൗസ് ഹോൾഡിങ് പിന്നെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യില്ല. ഈ ഹൗസ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശേഷിയാണ്. ഇത് നമ്മളെ ഇന്ത്യയിൽ വർക്കല്ല കേട്ടോ, ഇത് വിദേശത്താണ് ഹൗസ് ഹോൾഡിംഗ് വർക്ക്ഔട്ട് ആവുള്ളൂ. പിന്നെ അടുത്തത് കീവേഡ്സ്. ഈ കീവേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
കൊടുക്കുന്നത്. ഈ കീവേഡ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആഡ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണേ, ഇപ്പൊ ഇത് ഇവിടെ ഓട്ടോമാറ്റിക് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് കുറെ കീവേഡ്സ് കാണിച്ചിട്ടുണ്ടാവും, കുറെ ഐഡിയാസ് ഉണ്ടാവും. അബ്രോഡ് ജോബ്, അപ്പൊ അബ്രോഡ് ജോബ് ആണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കുക. കാനഡ ജോബ്, അതുപോലെ തന്നെ ജോബ് നിയർ, എൻട്രി ലെവൽ ജോബ്, ജോബ് സെർച്ച് ചെയ്യുന്നവര്, ഓൺലൈൻ ജോബ് നോക്കുന്നവര്, ജോബ്സ് അറ്റ് വർക്ക്, ഫൈൻഡ് ജോബ്, ഓപ്പണിംഗ് ജോബ്, ജോബ് ഹയറിംഗ്, ജോബ് അവൈലബിൾ നിയർ മീ, ജോബ് വേക്കൻസി, ജോബ് സെർച്ച്, ജോബ് കരിയർ, ഫൈൻഡ് ജോബ് വേക്കൻസി, UK ജോബ്സ്, ഓൺലൈൻ ജോബ്സ്, ജോബ്സ് ഇൻ ഇന്ത്യ, ഇന്റർനാഷണൽ ജോബ്. എന്നിവിടെ നമുക്ക് ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യും നമ്മൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് എടുത്തിട്ട് ഗൂഗിൾ പ്ലാനറിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കീവേഡ് പ്ലാനർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കീവേഡ് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു സാധനം പറഞ്ഞില്ലേ, ഫസ്റ്റ് അതല്ല പറഞ്ഞത്. അപ്പൊ അതില് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ആയ കീവേഡ് അത് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം എന്ത് ചെയ്യാന്, ശരിക്കും ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ക്യാമ്പയിൻ റൺ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം ഗൂഗിൾ ആഡ്സ് പോയിട്ട് ഗൂഗിൾ ആഡ്സ് പോവാ. എന്നിട്ട് ഇവിടെ കീവേഡ് പ്ലാനർ ഉണ്ട്. കീവേഡ് പ്ലാനർ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ്, നമ്മളെ കോമ്പറ്റേറ്റേഴ്സിന്റെ വെബ്സൈറ്റ് ഒക്കെ നോക്കി അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കീവേഡ് എടുക്കണം, മേജർ കീവേഡ് എടുക്കണം. പിന്നെ അത് റിലേറ്റ് ചെയ്തും കൊടുക്കുക. അപ്പൊ ആദ്യം ഇവിടെ പ്ലാനർ പോവാ. അത് ഈ ക്യാമ്പയിൻ എന്നല്ല, ഏത് ക്യാമ്പയിൻ ആണെങ്കിൽ നമ്മൾ ആദ്യം കീവേഡ് എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഏത് കീവേഡിലാണ് ആളുകൾ ഉള്ളത് അറിയണ്ടേ. UAE job, ഇവിടെ ലൊക്കേഷൻ കേരള എന്നുണ്ട്. ഇത് മാറ്റി നമുക്ക് ഇവിടെ ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് കേരള കൊടുത്ത കേരളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ജോബ് നോക്കുന്നതാണ് ആളുകൾ, കീവേഡ്സ് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ സെർച്ച് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് കീവേഡ്സ് ഒന്നുണ്ടാവും. വേണ്ട, UAE ജോബ് വേക്കൻസി ഏകദേശം 100 മുതൽ 1000 വരെ സെർച്ച് ചെയ്യുന്നത്. ദുബായ് ജോബ് 1000 മുതൽ 10,000 വരെ ആൾക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. ദുബായ് ജോബിന് വേക്കൻസി, ഇതൊക്കെ കേരളത്തിൽ സെർച്ച് ചെയ്യുന്ന കേട്ടോ. കേരളത്തിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ആണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ ഏറ്റവും മുകളിലേക്ക് വരും ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത്. കരിയർ ഇൻ ദുബായ്, അതുപോലെ കരിയർ അറ്റ് ദുബായ്. ഇതൊക്കെ 10,000 മുതൽ 1,00,000 വരെ ഒരു മാസം എന്ത് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇതില് എന്താ 3 മന്തിലെ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ കോമ്പറ്റീഷൻ കുറവാണ്. ഇത് രണ്ട് കീവേഡ് മേടിയാണ്. ദുബായ് ജോബ് വേക്കൻസി എന്നും ജോബ്സ് ഇൻ UAE എന്നുള്ളതും കോമ്പറ്റീഷൻ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അത്യാവശ്യം ബിഡ് റേറ്റ് 2 രൂപ 49 പൈസയും ഒരു ക്ലിക്കിന് വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് മാക്സിമം 8 രൂപ 29 പൈസയും. ഇതൊക്കെ മേജർ കീവേഡ്സ് ആണ് ജോബ് സെർച്ച് UAE. ഇതൊക്കെ ഒരു 1000 മുതൽ 10,000 വരെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മേജർ കീവേഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം.
ഇതാണ് മേജർ 22 കീവേഡ് മേജർ കീവേഡാ. ഇത് ഏറ്റവും കൂടുതൽ സെർച്ച് കൂടിയുള്ള. അപ്പൊ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സെർച്ച് കൂടിയുള്ള മുകൾക്ക് വരും. 1000 മുതൽ 10,000 വരെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു മാസം ക്യാമ്പയിൻ ചെയ്ത 1000ത്തിന് മുകളിൽ ഓരോ കീവേഡിലും ആൾക്കാർ കയറുന്നത് ചുരുക്കി പറഞ്ഞാൽ. നമ്മൾ തല ഉണ്ടാക്കി ആലോചിച്ചുണ്ടാക്കിയ കീവേഡ്സ് ഒക്കെ ആൾക്കാർ കട്ടുണ്ടാവില്ല. ആൾക്കാർ നമ്മൾ നോക്കാന്നുള്ളതിന് അർത്ഥമില്ല. ഇത് എല്ലാവരും കോമൺ ആയിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യണ്ടല്ലേ, ആർക്കും കൊടുക്കാനോ. അപ്പൊ ഞാൻ ഈ കീവേഡാ കൊടുത്തത്. ഈ 22 കീവേഡ്, ഈ 22 കീവേഡ്സ് ആണ് UAE ജോബ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും മേജർ കീവേഡ്. ഞാൻ അത് കൊടുത്തു. പിന്നെ കണ്ടന്റ് ഒൺലി ഷോ ആഡ്സ് ഓൺ വെബ് പേജ്, ആപ്പ്, വീഡിയോ റിലേറ്റഡ് ദീസ് കീവേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഷോ ആഡ്സ് ടു പീപ്പിൾ ലൈക്ക് ഇൻട്രസ്റ്റ്, ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കും കാണിക്കുക. അതല്ലെങ്കിൽ ഈ കീവേഡ് സെർച്ച് ചെയ്യുന്നവർക്കും കാണിക്കുക. 2 ഓപ്ഷനാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആഡ് കാണിക്കുള്ളൂ. ഇത് കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതുമായി റിലേറ്റ് ചെയ്ത് ഇത് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും കാണിക്കും. നമുക്കിത് സെർച്ച് ചെയ്യുന്നവരെ മാത്രം കാണിച്ചാൽ മതി. എന്നാൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, വിളിച്ചിണ്ടാവും. അപ്പൊ അത് കൊടുത്തു. പിന്നെ അടുത്ത ടാർഗറ്റിംഗ് വരുന്ന ടോപ്പിക്സ്. ഏത് ടോപ്പിക്സ് ആണ് നമ്മുടെ ആഡ് കാറ്റഗറി? ഇവിടെ ശരിക്കും നമ്മളത് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഞാൻ അത് കൊടുത്തു. ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുത്തു. പിന്നെ അടുത്ത വരുന്നത് പ്ലേസ്മെന്റ്. എവിടൊക്കെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ കാണിക്കും വെബ്സൈറ്റ്, ലക്ഷക്കണക്കിന് വെബ്സൈറ്റ് ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട്. യൂട്യൂബ് ചാനല്, വീഡിയോ, യൂട്യൂബ് വീഡിയോസ്, ആപ്സ്, ആപ്പിന്റെ കാറ്റഗറി. അപ്പൊ നമുക്ക് ആപ്പിന്റെ കാറ്റഗറി എന്താ ഇവിടെ സെലക്ട് ചെയ്യാം, ഏത് കാറ്റഗറി ആണെന്നൊക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ ആപ്ലിക്കേഷനിൽ നമ്മൾ ആഡ് ഓടണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ആപ്ലിക്കേഷന്റെ പേരൂടെ സെർച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? ആപ്സ് എന്നുള്ളടത്ത് ഇവിടെ എന്ത് ചെയ്യാ, ഇവിടെ സെർച്ച് ചെയ്യാ. ഇപ്പോ ഇൻഡീഡിന് ആപ്പ് ഉണ്ടോ? അത് ജോബ് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള സൈറ്റുകളാണ്. ലണ്ടൻ ജോബ്, ജോബിന് ഒമാൻ, മസ്കറ്റ്. അപ്പൊ ഇതിലൊക്കെ ആഡ് ഓടുന്നുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ടിക്കറ്റ് കഴിഞ്ഞാൽ ഈ ആപ്പിലൊക്കെ നമ്മളെ ആഡ്സ് എന്ത് ചെയ്യും, ഓടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണ്ട ഏറ്റവും പോപ്പുലർ ആയ ആളുകൾ, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്പുകൾ നോക്കുക. ആ ആപ്പിന്റെ ലിങ്ക് കൂടെ കൊടുത്ത ആപ്പിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ ആ ആപ്പിൽ എന്ത് ചെയ്യും, നമ്മളെ പരസ്യം. അത് നമുക്ക് ഒന്നും കൂടെ എന്താണ്, റിലവന്റ് ആണ്. അതുപോലെ ഇവിടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയ ജോബ് വെബ്സൈറ്റ് ഉണ്ടല്ലോ, അത് കൊടുക്കുക ഇവിടെ. അപ്പൊ ഇപ്പൊ ജോബിന്റെ തന്നെ, ഇത് ജോബ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ജോബിന്റെ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോ മറ്റേ ജോബിന്റെ വെബ്സൈറ്റ് ഇൻഡീഡ് ജോബിന്റെ വെബ്സൈറ്റ് ആണ്. അതേപോലെ വേറെ ബെസ്റ്റ് ജോബ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എത്ര വേണേൽ സെലക്ട് ചെയ്യാം. ലക്ഷക്കണക്കിന് ആപ്പ് വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫിക്സ്ഡ് നമുക്ക് വേണ്ട വെബ്സൈറ്റിൽ മാത്രം നമ്മൾ ആഡ് ഓടിയാൽ മതി. നമുക്ക് വേണ്ട മൊബൈൽ ആപ്ലിക്കേഷനിൽ മാത്രം നമ്മൾ ആഡ് ഓടിയാൽ മതി. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ വെബ്സൈറ്റിലും ആപ്പിലും മാത്രമല്ല, നമുക്കിവിടെ യൂട്യൂബ് ചാനലുണ്ട്. ഏത് യൂട്യൂബ് ജോബിന്റെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും, ജോബ് ഇതാക്കുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, യൂട്യൂബ് ചാനലില് UAE ജോബ്സ്, ആ യൂട്യൂബ് ചാനലുകൾ എന്ത് ചെയ്യാം, നമുക്ക് ആ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആഡ് കാണിക്കും. വീഡിയോയുടെ അല്ല, ഡിസ്പ്ലേയുടെ കേട്ടോ, ഇമേജ് ആയിട്ട് കാണിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ ഏതൊക്കെയും നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഉണ്ടോ, ഇതൊക്കെ അബ്രോഡ് ജോബ്, UAE ജോബ്, ഇതൊക്കെ UAE ജോബിന്റെ യൂട്യൂബ് ചാനലാണ്. A to Z ഗൾഫ് ജോബ്സ്. ഇതൊക്കെ ദുബായിക്കുള്ള ജോബിനെ കുറിച്ച് പറയുന്ന ഇതാണ്ടോ,
1,123,000 സബ്സ്ക്രൈബർ, 1,400,000 സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ് ദുബായ് ഇൻഫോടെക്. ഇത് 3 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ്. അവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഏത് ചാനലാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ചാനലിൽ അവരെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴത്ത് നമ്മളെ ആഡ് വരും, വീഡിയോന്റെ താഴെയായിട്ട്. ബമ്പർ ആഡ്, ഡിസ്പ്ലേ ആഡ് ആയിട്ട് വരാന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ചാനല് ബേസ് ചെയ്ത് കൊടുക്കുക, യൂട്യൂബ് ചാനൽ കൊടുക്കുക. ഏതെങ്കിലും വീഡിയോ സ്പെസിഫൈ ചെയ്ത ഏതെങ്കിലും വീഡിയോ ഉണ്ട്. ഇപ്പൊ ഒരു വീഡിയോ ഭയങ്കര ട്രെൻഡാണ്, അപ്പൊ അതിൽ നമ്മൾ ആഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം, ആപ്പിന്റെ കാറ്റഗറി സെലക്ട് ചെയ്യാം, വെബ്സൈറ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ്മെന്റ് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, പല ടൈപ്പ് പ്ലേ സ്റ്റോർ ഉണ്ട്. അപ്പൊ അതിന്റെ കാറ്റഗറി കൊടുക്കാൻ പറ്റും. അപ്പൊ ഫോട്ടോഗ്രാഫി, പ്രൊഡക്ടിവിറ്റി, ഷോപ്പിംഗ്, സോഷ്യല്, അപ്പൊ ഏത് കാറ്റഗറി ആപ്പാണോ അതിൽ നമ്മൾ ആഡ് ഓടും. പല ടൈപ്പ് കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ ആപ്പിളിന്റെ ആപ്പിൾ സ്റ്റോർ, അതിലും ഉണ്ട് എന്ത് കാറ്റലോഗ്, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, ഫുഡ്, ഹെൽത്ത്, ലൈഫ് സ്റ്റൈല്. അപ്പൊ ഇതിൽ ഏതാണോ നമ്മളെ കാറ്റഗറിക്ക് കൊടുത്ത ആ കാറ്റഗറിയിലുള്ള ടൈപ്പിൽ ആഡ് ആപ്ലിക്കേഷനിലെല്ലാം നമ്മൾ ആഡ് ആവും. അപ്പൊ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. അത് സെലക്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എല്ലാത്തിനും ഓടും. സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സജസ്റ്റ് ചെയ്തതിൽ ഓടുന്നുള്ളതാണ്. ഇപ്പോ ബെസ്റ്റ് ഇപ്പൊ നുക്കരി എന്ന് പറഞ്ഞത് നമുക്കറിയാം. നുക്കരി ജോബ് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. അപ്പൊ ഈ സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ആഡ്സിൽ ഇവിടെ കൊടുക്കാം, വെബ്സൈറ്റ് അല്ലെങ്കിൽ സെർച്ച് വേർഡ്സിൽ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോബ് സെർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നൗക്കരി എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നൗക്കരി ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ ആഡ് വരും. നമ്മൾ കൊടുത്ത് 200 രൂപ വെച്ചിട്ടാ ബഡ്ജറ്റ്. ഏകദേശം ഇവർ പറയുന്നത് എന്താ, ക്ലിക്ക് എന്ന് പറഞ്ഞാൽ 460 ക്ലിക്ക് വരും. 460 മുതൽ 1,500 ക്ലിക്ക് വരെ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റ് വരും എന്നുള്ളതാണ് ഈ ആഡ് ത്രൂ. അപ്പൊ ഏകദേശം ഒരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 1,500 പറയുമ്പോ 700 ക്ലിക്ക്. അപ്പൊ 100 രൂപ മുടക്കി കഴിഞ്ഞാൽ 1,300 ക്ലിക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരും. UAE ജോബുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ ഉണ്ടാവും. ഒമാൻ ജോബ് വേക്കൻസി, ദുബായ് ട്രാവൽ, ഒരുപാട് ജോബ് വേക്കൻസി ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കും. ജോബ് ഫോർ ഫ്രഷ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്ത് ചെയ്യും, ആഡ് ഓടിക്കും. UAE ജോബുമായി ബന്ധപ്പെട്ട് 1000-ൽ പരം ചാനലുകൾ ഉണ്ട്, യൂട്യൂബ് ചാനൽ, അതിൽ കൊടുക്കാം. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, UAE ജോബിന്റെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതിലെന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ആപ്ലിക്കേഷൻ 485 ആപ്ലിക്കേഷൻസ് ആണ് ടോട്ടൽ UAE ജോബ്സ് എന്നുള്ള കാറ്റഗറിയിൽ. അപ്പൊ അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത്, അതുപോലെ ആപ്പ് കാറ്റഗറി. അപ്പൊ ഞാനിപ്പോ ഇവിടെ സെപ്പറേറ്റ് ഒന്നിൽ കൊടുക്കുന്നില്ല, മൊത്തത്തിൽ ഇട്ടിരിക്കണം. നെക്സ്റ്റ് അടിച്ചു. അടുത്താണ് നമ്മൾ ആഡ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ആഡ് കാണിക്കുന്നത് വെബ്സൈറ്റിൽ, അതുപോലെ ജിമെയില്, യൂട്യൂബ് വെബ്സൈറ്റും ആപ്ലിക്കേഷനും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് നെയിം ഫസ്റ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ബിസിനസ് നെയിം കൊടുക്കണം, കരിയർ സെർച്ച് എന്ന ബിസിനസ് നെയിം കൊടുത്തു. ഇവിടെ നമുക്ക് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല്
ഇത് ഓട്ടോമാറ്റിക്കലി മുമ്പ് കൊടുത്ത് ഇതാണ് വരിക. ഇപ്പൊ ഞാൻ ഇവിടെ സ്കാന് വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഇമേജസ് വരും. ഒന്ന് മാത്രമേ ലോഡ് ആയിട്ടുള്ളൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ജോബ് വേക്കൻസികൾ, ഗൾഫിലുള്ള ഒരു 3 ജോബ് വേക്കൻസികൾ ഇമേജസ് കൊടുത്തു കേട്ടോ. അപ്പൊ അത് സെലക്ട് ചെയ്തു. നമുക്ക് 15 ഇമേജ് കൊടുക്കാം. അതുപോലെ ലോഗോസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓട്ടോമാറ്റിക് കുറച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ലോഗോസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഒരു 5 ലോഗോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ലോഗോ ഉള്ളത് ഇവിടെ കൊടുത്തു. പിന്നെ വീഡിയോസ്, നമുക്ക് ജോബിന്റെ വീഡിയോസോ കാര്യങ്ങളോ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, ഇപ്പോ ഇതിപ്പോ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഞാൻ അതിലത്തെ ഒരു ജോബ് UAE എമിറേറ്റ്സിന്റെ ജോബ് വേക്കൻസിന്റെ ഒരു വീഡിയോ എടുത്തു. ലോഗോ എടുത്തു. പിന്നെ ഹെഡ്ലൈൻസ് ഇവിടെ സജസ്റ്റ് ചെയ്ത് ജോബ് ഇൻ ദുബായ് എന്നുണ്ട്. ഫൈൻഡ് യുവർ ഡ്രീം ജോബ്, കറന്റ് ജോബ് ഇൻ ദുബായ്, കരിയർ സെർച്ച്. ഇവിടെ അവരെ ഐഡിയാസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 ഹെഡ്ലൈൻസ് കൊടുക്കുക. അതുപോലെ ലോങ് ഹെഡ്ലൈൻ ഉണ്ട്, അതായത് 90 ക്യാരക്ടറിൽ ലോങ് ഹെഡ്ലൈൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യണം, ലോങ് ഹെഡ്ലൈൻസിൽ ജസ്റ്റ് ഇവിടെ സജഷൻസ് ഉണ്ട്. അതുപോലെ ജോബ് ഓപ്ഷൻ, വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, ജോബ്സ് ഇൻ സൗദി അറേബ്യ 2024. ഓപ്പർച്യൂണിറ്റീസ് 2024 ലേറ്റസ്റ്റ് വർക്ക് ഇന്റർവ്യൂ എന്നുള്ളത് കൊടുത്തു. അതുപോലെ ഇവിടെ നമുക്ക് കുറെ ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ജോബിന്റെ ഒരുപാട് ഐഡിയാസ് വരും. അപ്പൊ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വീഡിയോ ഇമേജസ് കുറച്ചും കൂടെ കൊടുക്കണം. 15 ഇമേജ് വേണമെന്ന് അവർ പറഞ്ഞത്. ഇതെന്തോ ഒരു എറർ ഉണ്ടല്ലോ ഇതില്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ലുലു മാൾ സൈസ് നമ്മൾ എന്ത് ചെയ്യണം, സൈസ് ഉണ്ടാവും ഇതിന്. അപ്പൊ സൈസ് എങ്ങനെ വെച്ചാല്, ഇങ്ങനെ പോർട്രേറ്റ് സൈസ് എടുത്ത് കഴിഞ്ഞാൽ ഇതിന് സെറ്റിങ്സ് 3 ടൈപ്പ് സൈസ് ഉണ്ട്. ഇതിങ്ങനെ പോർട്രേറ്റ് ടൈപ്പ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ ഇത് വരുമ്പോ ഇങ്ങനെ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ സെറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ ഏരിയ മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ അപ്പൊ ഈ 2 ടൈപ്പിൽ 3ാമത്തെ സൈസ് ഉണ്ട്, അതിൽ ഇത് വർക്ക് ചെയ്യില്ല. കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ഇമേജ് സെലക്ട് ആവുള്ളൂ. അതുപോലെ ഇതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കുക. ഏകദേശം 1, 2, 3, 4 ഇനി ഇവിടെ അടുത്തത് ആഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ
റിസർച്ചിന്റെ അറാംകോ അറാംകോ ഫ്രെയിം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവുക വെച്ചാല് നമ്മളെ കട്ടായിട്ട് അങ്ങനെ കാണിക്കും ഇമേജ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഏകദേശം 2, 4, 6, 8, 9 ഇമേജ് ആയില്ലേ. കുറെ ഇമേജ് കൊടുക്കാൻ നിർബന്ധം. 15 ഇമേജോടെ കൊടുക്കാൻ നമുക്ക് പല സ്ഥലത്തും മാറി മാറി കാണിക്കും. അപ്പൊ നമുക്ക് എന്താ ഒരുപാട് ഇമേജ് കൊടുത്താൽ അത്രയും ബെറ്റർ ആയി. എന്നാലാണ് ആഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ഒപ്റ്റിമൈസേഷൻ സ്കോർ ഉണ്ടല്ലോ, സ്ട്രെങ്ത്, അത് 100 ആവുള്ളൂ. എത്ര വരെ ഇടാം? 15 ഇമേജ് വരെ ഇടാം. എത്ര ഇടാത്തുള്ളൂ? 15. ഇപ്പൊ കണ്ടോ നമ്മൾ കൊടുത്തത് ഓട്ടോമാറ്റിക് അവർ ഒപ്റ്റിമൈസ് ചെയ്തത് വേറെ ഡിസൈനൊക്കെ ആക്കിയാണ്ടോ. അൾട്ടയർ കരിയർ ഇൻ UAE 2020. ഇത് മുമ്പത്തെ ഇമേജ് ആട്ടോ, 2023. അപ്പൊ ഇപ്പൊ കണ്ടോ, വീഡിയോ ആയി, ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ ആയി, എക്സലന്റ് ആയി. ഇത് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ കാണിക്കും. നമ്മളെ ഫോണിൽ ആഡ് കാണൂലേ, ഫോണിൽ ഈ ടൈപ്പിലാണോ ഇങ്ങനെയൊക്കെ ആഡ് കാണിക്കുക. നമ്മൾ ആഡ് ഇങ്ങനെ കാണിക്കുക. ഇതൊക്കെ ഓരോ ടൈപ്പിൽ ആഡ് കാണിക്കുന്നതാണ്. ഫോണിൽ ഇങ്ങനെയൊക്കെ വരില്ലേ, ഇതൊക്കെ നമ്മളെ ഫോണിൽ വരുന്ന ആഡുകളാണ്. ഡിഫറെന്റ് ടൈപ്സിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുക, അവർ ഒപ്റ്റിമൈസ് ചെയ്ത് കാണിക്കും. ഇതൊക്കെ അവർ തന്നെ ഡിസൈൻ ചെയ്ത് സെറ്റ് ആക്കണം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഡിസ്പ്ലേഡ് ആയിട്ട് വീഡിയോ ഉണ്ടാവില്ല. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്താലേ ചിലത് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, വീഡിയോ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിന്റെ താഴെ ഇങ്ങനെ കാണിക്കും, കണ്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഇത് ഇങ്ങനെ ഒന്ന് കാണിക്കും. ഇമെയിൽ, നമുക്ക് ഇമെയിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ എന്ത് ചെയ്യാം, യൂട്യൂബ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്, ജിമെയില്, ഇത്ര ഏരിയയിൽ നമ്മൾ ആഡ് കാണിക്കും. ഇതിന്റെ ലിങ്ക് ഇവിടെ ഉണ്ടാവും. നമ്മൾ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ അയച്ചു കൊടുക്കാം. അപ്പൊ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആഡ് കാണാൻ പറ്റും, എങ്ങനെ ആഡ് റൺ ചെയ്ത് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് സെറ്റ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് അസറ്റ് പ്രിവ്യൂ. നമുക്ക് ഏതൊക്കെ ഹെഡ്ലൈൻ ഏതിലൊക്കെ വേണമെന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. 2 കാറ്റഗറി ലോഗോ. ഇപ്പൊ ഡിസ്ക്രിപ്ഷന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ നമ്മൾ യൂസ് അസറ്റ് എൻഹാൻസ്മെന്റ്, യൂസ് ഓട്ടോ ജനറേറ്റ് വീഡിയോ, ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത് നമ്മൾ ടിക്കറ്റ് ഓണാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ വീഡിയോ ആയിട്ടും ആനിമേഷൻ ടൈപ്പിലൊക്കെ നമ്മൾ ആഡ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ടിക്കറ്റ് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മളേതായ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ വീഡിയോ ഇമേജ് ഒക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ അതും കൂടെ കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് പോലെ എന്ത് ചെയ്തോളൂ, ഉപയോഗപ്പെടുത്തും. പിന്നെ ബട്ടൺ, കാൾ ടു ആക്ഷൻ കൊടുക്കും. ബട്ടൺ നോർമലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കയറും. അത് മാറ്റിയിട്ട് നമുക്ക് എന്താ ബട്ടൺ, നമ്മളത് ജോബ് ആയതുകൊണ്ട് അപ്ലൈ ആവുന്നുള്ള ബട്ടൺ കൊടുത്താൽ മതി. എല്ലായിടത്തും അപ്ലൈ ആവുന്നുള്ള ബട്ടൺ വരും. അപ്പൊ ഇത്രയും പിന്നെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുമ്പോഴേ പിന്നെ നമ്മള് ഫസ്റ്റത്തെ പ്രാവശ്യം ആ ഒരേ വീഡിയോ ഇപ്പൊ നമ്മള് ഒരു വീഡിയോ 2-3 പ്രാവശ്യം കാണുകയാണ്. അപ്പൊ അതില് ഫസ്റ്റ് കാണിച്ച അതേ ആഡ്സ് ആണോ നമ്മള് രണ്ടാമത് ആ വീഡിയോ വീണ്ടും കാണുമ്പോ കാണിക്കും? അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ചിലത് നമ്മൾ ഇതുപോലെ ഫ്രീക്വൻസി ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഒരാൾ എത്ര പ്രാവശ്യം കാണിക്കുന്നത്, അപ്പൊ ആ ടൈം ഷെഡ്യൂളിനനുസരിച്ച് ചിലപ്പോൾ അയാൾ പിന്നെയും കാണിക്കും. ചിലത് കാണിക്കും, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ അതെ, അപ്പൊ നമ്മളിവിടെ 200 രൂപയ്ക്ക് ഏകദേശം 430 മുതൽ 1400 വരെ ക്ലിക്ക് വരാം.
എന്നുള്ളതാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ക്രിയേറ്റ് കൊടുക്കാം. അപ്പൊ ഇത് ഒരു ആഡ് ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യാം, 10 20 എത്ര ആഡ് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഒരുപാട് സർവീസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഒരുപാട് ടൈപ്പ് ജോബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ക്രിയേഷൻ ചെയ്യും, ഒരുപാട് ആഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അത്രയും മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് റൺ ചെയ്ത് കൊടുക്കുന്നുണ്ടാണ്. ആ അവിടെ നമുക്ക് ലിമിറ്റ് എത്ര ആഡും ക്രിയേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമ്പയിൻ എന്ത് ചെയ്യുക, ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും കാര്യമില്ലേ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യാന്നുള്ളതാണ്. ചെക്കിങ് കഴിയാനുണ്ട്. ചെക്കിങ് കഴിഞ്ഞ് റിവ്യൂ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് അടിക്കാന്നുള്ളതാണ്. കുറച്ച് സ്ലോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ ആ കീവേഡ്സിൽ നമ്മൾ ഓരോ കീവേഡ്സിലും സെർച്ച് വോളിയം ഉണ്ടാവും. ആ കീവേഡ്സിലുള്ള ആളുകളെ നമ്മളെ വെബ്സൈറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ നിങ്ങൾ രാഗി പ്രൊഡക്റ്റുകൾ മെഗാവിറ്റിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് സെർച്ച് ചെയ്യുന്ന ഒരു 10,000 ആൾക്കാർ ഒരു മാസം നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ 10,000 ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരിക. സ്വാഭാവികമായിട്ട് 10,000 ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ 1% എടുത്താൽ തന്നെ എന്ത് ചെയ്യും, 100 ആൾക്കാരായി. ആ 100 ആൾക്കാർ കൺവേർട്ട് ചെയ്താൽ തന്നെ നമ്മുടെ വലിയ സെയിലാണ്. അതാണ് ഇതിന്റെ സിസ്റ്റം. പിന്നെ ഈ വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ആഡ് കാണിക്കാനും അവരെ വെബ്സൈറ്റിൽ കയറിയതുകൊണ്ട് തന്നെ അവരെ ട്രാക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക് അവരെ നമ്മൾ റീഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ ആഡ് റൺ ചെയ്തോളും. കറക്റ്റ് റീമാർക്കറ്റിംഗ്. അതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. അപ്പൊ അത് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പയിൻ വരും. പിന്നെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യാ, ചെക്ക് ചെയ്തിട്ട് റൺ ചെയ്യാന്നുള്ള റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ക്യാമ്പയിൻ റൺ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഈ രീതിയിലായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് ഒരു ഡിസ്പ്ലേ ക്യാമ്പയിൻ ചെയ്ത് നോക്കുക. ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേ ക്യാമ്പയിൻ ചെയ്ത് നോക്കുക. ഹലോ ഹലോ ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കാര്യം കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേ ക്യാമ്പയിൻ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ കമ്പനിനെ ഒരു റിപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ആ ഡോക്യുമെന്റില് നിങ്ങളെ കമ്പനിന്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കൊടുക്കുക. നിങ്ങളെ കമ്പനിന്റെ ഡീറ്റെയിൽസ്, ആ കമ്പനി ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങളെ കമ്പനിന്റെ ഓഡിയൻസ് എന്ന് കൊടുത്തിട്ട് ഓഡിയൻസ് ആരാണ്. അപ്പൊ ഏജ് കാറ്റഗറി, ഇൻട്രസ്റ്റ് എന്നുള്ള കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് കാറ്റഗറി ആരാണ്. ഇന്നലെ ഫോം ഇട്ടുണ്ടാവും ഗ്രൂപ്പിൽ, ഇന്നലെ ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് എടുത്തിട്ട് അതിന്റെ കോപ്പി എടുക്കുക. അതിന്റെ കോപ്പി എടുത്തിട്ട് അതിൽ കൊടുത്ത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങളെ പ്രൊഡക്റ്റിന്റെ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആരൊക്കെ, അതുപോലെ നിങ്ങളെ ഓഡിയൻസിന്റെ അവരെ ബിഹേവിയർ എന്തൊക്കെ, അവരെ ഹാബിറ്റുകൾ എന്തൊക്കെ, അവരെ ഏജ് കാറ്റഗറി, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസിന്റെ ടാർഗറ്റ് ലൊക്കേഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് അതിൽ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്ത് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു റിപ്പോർട്ട് കിട്ടും. ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, നിങ്ങളെ പ്രൊഡക്റ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് ഏതൊക്കെ, അത് ഏറ്റവും സെർച്ച് കൂടെയുള്ള കീവേഡ്സുകൾ ഏതൊക്കെ, അതൊക്കെ എന്ത് ചെയ്യുക, ഈ ഫോമിൽ കൊടുക്കുക. അങ്ങനെ ഒരു അടിപൊളി റിപ്പോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഇതിന്റെ ഫൈനൽ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഈ കോഴ്സിന്റെ ഫൈനലി നിങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതോട് കൂടെ എന്ത് ചെയ്തു, നിങ്ങൾ ഇതിന്റെ വലിയൊരു ഭാഗം ക്യാമ്പയിൻ ചെയ്യാനുള്ള എലമെന്റ് നിങ്ങൾ പഠിച്ചു എന്നുള്ളതായി. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യാനുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കീവേഡ് കിട്ടും. ആ കീവേഡ് ബേസ് ചെയ്തിട്ട് ഏറ്റവും നല്ല ക്യാമ്പയിൻ ചെയ്യാനുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
നമ്മളെ ഓഡിയൻസിന്റെ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഏജും ലൊക്കേഷനും കാറ്റഗറിയും നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ ഓഡിയൻസ് എവിടൊക്കെ ആഡ് പ്ലേസ് ചെയ്താലാണ് അവരെ കറക്റ്റ് കാണിക്കാൻ പറ്റുക, അവർ എവിടെ ഉണ്ടാവും, അവൈലബിൾ ആയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെ, അവർ അവൈലബിൾ ആയ ടൈം ഏതാണ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഓഡിയൻസിനെ കുറിച്ച് മാക്സിമം എത്ര ഡാറ്റ നമുക്ക് കിട്ടണോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണോ, അത് വെച്ചിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാമ്പയിൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാല് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ആ ഡോക്യുമെന്റിൽ നിങ്ങളെ മെഗാവിറ്റ് ആണെങ്കിൽ മെഗാവിറ്റ് ജീവൻ ഏതാണെങ്കിൽ അതിന്റെ ബ്രാൻഡ് നെയിമിൽ അതെന്താണ്, അതിന്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഓഡിയൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഓഡിയൻസിന്റെ ഓരോ ഓഡിയൻസിന്റെ ഏജ്, അവരുടെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ആ പ്രൊഡക്റ്റിന്റെ കീവേഡ്സ്, മെയിൻ ആയിട്ട് മേജർ കീവേഡ്സ്, പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടുകൾ, അതിന്റെ ലിങ്ക്, അതിൽ എത്ര ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വെബ്സൈറ്റ് അതുപോലെ നിങ്ങൾ പിക്സൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിനായിട്ട് കണക്ട് ചെയ്യുക, ഗൂഗിളിനായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്, അതില്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഓരോന്ന് ഷോർട്ട് ചെയ്ത് കണ്ടിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ആ ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മളെ കറന്റ് ഡിജിറ്റൽ അസറ്റ് എന്താണ്, നമുക്ക് നമ്മുടെ നിലവിലുള്ളത് എന്നും നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യണ ഈ ഒറ്റ റിപ്പോർട്ട് മതി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ റിപ്പോർട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഉണ്ടാക്കണം, എന്നിട്ട് അയച്ചു തരണം കേട്ടോ. അത് സെറ്റ് ചെയ്ത്, അത് നമ്മൾ കോഴ്സ് കഴിയുന്നതോട് കൂടെ ഒരു പെർഫെക്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം. അത് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ്സിന് ഉപകരിക്കും. ആ രീതിയിൽ റിപ്പോർട്ട് ആവണം, മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആഡ്സിന്റെ മോഡൽ, കണ്ടന്റിന്റെ മോഡൽ, കാര്യങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ അതിന് വേണ്ട ഇമേജസുകൾ എങ്ങനെ കൊടുക്കുക, ഒക്കെ അതിലുണ്ടാവും. അപ്പൊ ആ സാധനം വെച്ചിട്ടാണ് നമുക്ക് എന്നും ക്യാമ്പയിൻസും കാര്യങ്ങളും ചെയ്യാനൊക്കെ എളുപ്പമാവും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഇടണം കേട്ടോ.